കൊടി ഞാൻ രാവിലെ ഒരു പത്രത്തെ ഒരു പിന്നെ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ആ ചാനലിൻ്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന, അങ്ങനത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ നിലക്ക് നമ്മൾ നല്ല വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയാണ്. ഈ സമസ്തകൾ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നൽകുന്ന ഉപഹാരം ബഹുമാനപ്പെട്ട ഈ മഹാസമ്മേളനത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ നമ്മുടെയൊക്കെ വഴികാട്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ജാഥാ നായകൻ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഷാൾ അണിയിച്ച് ആദരിക്കുകയാണ്. സയ്യിദുൽ ഉലമയെയും അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്ന ഉപഹാരം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് കൈമാറുന്നു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഈ യാത്രയുടെ സ്വീകരണ മഹാസമ്മേളനം നടന്നപ്പോൾ അവിടുത്തെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് അവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഈ സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ അന്നിവിടെ അവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വീട്ടിൽ അന്ന് 90ാം വാർഷികത്തിൽ വന്ന ശംസുൽ ഉലമയും രാപ്പകലാടി വളർത്തിയതാ
പതരാതെ ശൈഖുൽ ജാമിഅയോലും മുന്നിൽ നയിച്ചിതാ. കഴിഞ്ഞ കാലം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഗീയ സംഘർഷങ്ങളുമില്ലാത്ത ഇന്ത്യയിലെ അപൂർവ ഇടങ്ങളിൽ ഒന്നാണ് കേരളം. അതിൽ ജിഫ്രി തങ്ങളെ എടുക്കുന്ന സമീപനം വളരെ ശ്രദ്ധേയമാണ്. മലയായി ജിഫ്രി തങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ഈ ജില്ലക്കാരൻ കൂടിയായ ഞാൻ ഈ ജാഥയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ സംസ്ഥാനത്ത് മതം മൈത്രി എന്ന് പറയുന്നത് അതിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നേതൃത്വം നൽകുന്ന നേതാക്കന്മാരൊക്കെ ഇതിനെ വീക്ഷിക്കുകയും ഇതിൽ സംബന്ധിക്കുകയും ഇതിനക്ക് ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. മണ്ണിൽ സമാപന വിപ്ലവമേകും